നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ചാലിപ്പുറത്ത് ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 9:45 അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടിയും പട്ടാമ്പി ഭാഗത്തു നിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ പട്ടാമ്പി സ്വദേശികളെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. തൃത്താല കാരമ്പത്തൂർ കടവിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നതിന് 200ഓളം ചാക്കുകളിൽ നിറച്ചിരുന്ന പുഴമണൽ തൃത്താല SI ഷാജിയുടെ നേതൃത്വത്തിൽ തൃത്താല ജനമൈത്രി പോലീസ് പിടിച്ചെടുത്തു. പുഴയിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന മണ്ണെടുപ്പിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും. കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പിനെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, വാർഡ് മെമ്പർ VU സുജിത എന്നിവർ പരാതി നൽകിയത്. കപ്പൂരിൽ തിങ്കളാഴ്ച പുലർച്ചെ 6 മണിയോടെ തിരുത്തിങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായി ടോറസ് ലോറി റോഡരികിലെ വീടിനോട് ചേർന്ന താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. കപ്പൂർ വെൺമരത്തിൽ വീട്ടിൽ മുഹമ്മദിന്റെ വീടിനോട് ചേർന്ന താഴ്ചയിലേക്കാണ് ലോറി മറിഞ്ഞത്. തലനാരിഴയ്ക്കാണ് കുടുംബം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തുടർന്നാണ് ജനപ്രതിനിധികൾ മണ്ണെടുപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കാഞ്ഞിരത്താണി പ്രദേശത്ത് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോറി അപകടത്തിൽപ്പെട്ടതും റോഡ് തകർച്ചയും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതുമായ മുഴുവൻ വിഷയങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ കളക്ടറെ നേരിൽ കണ്ടു ധരിപ്പിച്ചു. സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി. സംഭവത്തിൽ വാർഡ് മെമ്പർ VU സുജിതയുടെ പരാതിയും കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പ് മൂലം അപകടങ്ങൾ വർദ്ധിച്ചുവരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കപ്പൂർ അന്തിമഹാകാളൻ ക്ഷേത്ര പരിസരത്തെ കുന്നിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ലോറി മണ്ണ് കൊണ്ടുപോയിരുന്നത്. കുന്നിടിക്കൽ മൂലം റോഡ് തകർച്ചയും ചളിക്കെട്ട് മൂലം ചെറുതും വലുതുമായ അപകടങ്ങളും പ്രദേശത്ത് വർദ്ധിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. CCTV ന്യൂസ് തൃത്താല. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുന്നതിന് നടപടികൾ തുടങ്ങി. പീസ് ഫോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുപടിയിലാണ് പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുന്നത്. ജീവകാരുണ്യ സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന പീസ് ഹോം ഫൗണ്ടേഷനാണ് ഇത്തരമൊരു ദൗത്യവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രദേശവാസിയായ KP ഉമ്മർ ഹാജി സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. ഇതിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് KNA തങ്ങൾ നിർവഹിച്ചു. പ്രദേശവാസികളുടെയും പ്രവാസികളുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഡയാലിസിസ് സേവന കേന്ദ്രം നിർമ്മിക്കുന്നത്. 17,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 നില കെട്ടിടമാണ് ഒരുക്കുക. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. പ്രതിദിനം 30 പേർക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള സേവനം ഇവിടെ നിന്നും ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് അലി, ദിവ്യ, മുജീബ്, പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അംഗങ്ങളായ KP ഉമ്മർ ഹാജി, ചെയർമാൻ ഉബൈദ് അൻവരി, സെക്രട്ടറി ഷാനവാസ് ഹാജി, അബ്ദുൽ കുട്ടി, ആലിക്കുട്ടി ഹാജി, KH ഗഫൂർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അദ്ദേഹത്തിന്റെ നാമത്തിൽ കാരക്കാടുള്ള സുഹൃത്തുക്കൾ കൂടി ചെയ്തിരി ഉസ്താദ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിപുലീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുറേ ചെറുപ്പക്കാരും കുറേ കച്ചവടക്കാരും ഇന്ന് സന്മനസ്സുള്ള സുഹൃത്തുക്കളെ കൂടിയിട്ട് ഒരു പ്രസ്ഥാനത്തിന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ നാമം പീസ് ഹോം എന്നാണ്. അവിടെ നിന്ന് കുറ്റിയടി നടന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ തന്മനസ്സുള്ള എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിനെ വലിയൊരു സംരംഭമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട്. കൂടാതെ ഇതിന് വേണ്ട സ്ഥലം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഓഫർ തന്നത് നമ്മളെ മലബാർ TNTയുടെ ചെയർമാൻ ഉമ്മർ ഹാജിയാണ്. അതുപോലെ ഒരുപാട് മെഷീനറി ഡയാലിസിസ് മെഷീനൊക്കെ ഓരോരുത്തരും ഓഫർ തന്നിട്ടുണ്ട്. 10-16,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിനാണ് ആദ്യമായിട്ട് ഇന്ന് കുറ്റിയടിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് വിപുലീകരിച്ച് വലിയ മുന്നോട്ട് പോകാനുള്ള സംരംഭമായിട്ടാണ് ഞങ്ങളെല്ലാം കണക്കാക്കിയിട്ടുള്ളത്. ഡയാലിസിസ് സെൻറ്റർ മാത്രമല്ല, നിർദ്ധരായ രോഗികൾക്കുള്ള ചികിത്സ സഹായം, അതിലുപരി ഈ ഓട്ടിസം, വൃദ്ധ സദനം, എല്ലാ രീതിയിലുള്ള സഹായങ്ങളും സൗജന്യമായിട്ട് എല്ലാവരും സന്മനസ്സോടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന 200 ഏക്കർ കൃഷി നശിച്ചു. പുഞ്ചകൃഷി ആരംഭിച്ച പാടശേഖരത്തിന്റെ ബണ്ടാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. നടിയിൽ നടക്കുന്നതിനിടെയാണ് 50 മീറ്റർ ബണ്ട് ഒലിച്ചുപോയത്. 5 മാസം മുൻപ് പണി പൂർത്തിയാക്കിയ ബണ്ടാണ്. 40 ലക്ഷത്തോളം നഷ്ടം കണക്കാക്കുന്നുണ്ട്. 5620 കിലോ ഉമാ നെൽവിത്താണ് ഇവിടെ വിതച്ചത്. അധികാരികൾ അടിയന്തര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
പാടശേഖരം സെക്രട്ടറി സുരേഷ് പാട്ടത്തിൽ, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടെ, പാടശേഖര സമിതി പ്രസിഡന്റ് രാഘവൻ തട്ടകത്ത്, പൊന്നാനി കോൾ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സി കെ പ്രഭാകരൻ, വെളിയങ്കോട് കൃഷി ഓഫീസർ വി കെ ലമീന, ഷംസു പുഴക്കര, കുഞ്ഞു മുഹമ്മദ് സവാരി, സി സി അബൂബക്കർ തുടങ്ങിയ കർഷകരും ജനപ്രതിനിധികളും സന്ദർശിച്ചു. കാരണം 1 മണിക്കൂർ മുമ്പേ ഇവിടെ ആൾ നടന്നു പോകുമ്പോൾ ഒന്നും സംഭവില്ല. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അത് വെച്ചാൽ മേലേക്ക് വല്ല ലീക്കോ എന്തെങ്കിലും ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത് ഒന്നും കാണാത്ത കാരണം നമുക്ക് ഇതിൻ്റെ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇത് അടിയിലെ പൂർച്ചേര അടി തള്ളി പോയിരിക്കുകയാണ് വലുത്. അടിയന്തരമായിട്ട് വർക്ക് KLDC ചെയ്തിട്ട് പ്രാവശ്യം പുഞ്ചപ്പണി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം അപേക്ഷിക്കാനുള്ളത്. SNDP പട്ടാമ്പി ശാഖ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VP ചന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പട്ടാമ്പി ശാഖയുടെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും യൂണിയൻ ശാഖ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. ശാഖ പ്രസിഡന്റ് ഇടിയത്ത് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റ് VP ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു 12ഓളം വൃദ്ധസദനങ്ങൾ പരിചയമുണ്ട്. ചിലരൊക്കെ പൈസ വാങ്ങിക്കാൻ വരുമ്പോഴും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അറിയാം. ഈ വൃദ്ധസദനങ്ങളിലൊക്കെ ആരാ? ഞാൻ ബന്ധപ്പെട്ട 12 സ്ഥാപനങ്ങളിലും ഒരു ന്യൂനപക്ഷക്കാരനുമില്ല, ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയായിട്ടുള്ള ആളുകളില്ല. ഹിന്ദു സമൂഹമായിരിക്കുന്നു. വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമായി മാറി. എന്താണ് അച്ഛനെയും അമ്മേനും നോക്കാതിരിക്കാനുള്ള കാരണം? എന്താ അവരെ വാപ്പാനും ഉമ്മാനും മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കാതായി? നമ്മളെ മക്കൾ നോക്കാഞ്ഞിട്ടാണല്ലോ വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ഇതൊക്കെ ആത്മീയമായ ബോധമില്ലാത്തത് കൊണ്ടാണ്. നമ്മള് അത്തരത്തിലൊരു ബോധം നമ്മളെ കുട്ടികൾ കൊടുത്തില്ല. നമ്മളെ മക്കളാണെങ്കിലോ അച്ഛൻ്റെ വരുമ്പോ മകനധികം പോകും. ഒന്നിച്ചിരുന്നൊരു സംസാരം, ഒന്നിച്ചിരുന്നൊരു ഭക്ഷണം കഴിക്കല്, അങ്ങനെ കൂട്ടായിട്ടുള്ളൊരു സഹകരണം നമ്മളുടെ വീടുകളില്ലാതായി. ശാഖാ സെക്രട്ടറി രമേശൻ കാങ്കലത്ത്, യൂണിയൻ വൈസ് പ്രസിഡന്റ് M അരവിന്ദാശൻ, ഡയറക്ടർ ബോർഡ് അംഗം സതീശൻ ചിറ്റാനിപ്പാറ, വനിതാ സംഘം സെക്രട്ടറി സ്വയംപ്രഭ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി, യൂണിയൻ കൌൺസിലർ സുരേഷ് പുലാശ്ശേരിക്കര, ഗിരിജ ചക്കമടത്തിൽ, നീതു രമേശൻ, T ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ആഴമേറിയ കിണറ്റിൽ വീണ പശുവിന് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുമരനെല്ലൂർ പള്ളിയാലിൽ വീട്ടിലെ പശുവാണ് അബദ്ധത്തിൽ കിണറ്റിൽ വീണത്. നാട്ടുകാർ പശുവിനെ കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി വടം ഉപയോഗിച്ച് കിണറ്റിലിറങ്ങിയ ശേഷം വടത്തിൽ കെട്ടി പശുവിനെ കരയ്ക്ക് കയറ്റി. നാട്ടുകാരും ഫയർഫോഴ്സിനൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. തൃത്താല മാട്ടായ ഉറൂസ് മുബാറക് സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനവും ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. നവംബർ 15 മുതൽ ഡിസംബർ 26 വരെയാണ് പട്ടാമ്പി ഞാങ്ങാട്ടിരി മാട്ടായ ഉറൂസ് മുബാറക്ക് സംഘടിപ്പിച്ചത്. ഡിസംബർ 23 മുതലായിരുന്നു സമാപന പരിപാടികൾ ആരംഭിച്ചത്. മതസമ്മേളനം, പൊതുപ്രഭാഷണം, ഖുർആൻ പാരായണം, മൗലിദ് സദസ്സ്, അന്നദാനം തുടങ്ങിയവയെല്ലാം സമാപന പരിപാടികളുടെ ഭാഗമായി നടന്നു. കണ്ണൂർ മുസ്തഫ ഹാജിയായിരുന്നു കൊടിയേറ്റം നടത്തിയത്. പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും സൂഫിവര്യനുമായിരുന്ന ഷൈഖ് മുഹമ്മദ് മുഹ്യുദ്ദീൻ ബുഖാരിയുടെ 40ാം ആണ്ട് നേർച്ചയും 49ാം അജ്മീർ ഉറൂസിനുമാണ് ഞാങ്ങാട്ടിരി മാട്ടായ ജലാലിയ മസ്ജിദ് ബുഖാരി ദുർഗാ ഷെരീഫ് അങ്കണത്തിൽ സമാപിച്ചത്. സമാപനത്തോടനുബന്ധിച്ച് ചേർന്ന പൊതുസമ്മേളനം സയ്യിദ് PMS തങ്ങൾ ബ്രാലം ഉദ്ഘാടനം ചെയ്തു. റഹ്മത്തുള്ള ഗാസ്മി മൂത്തേടം മുഖ്യപ്രഭാഷണം നടത്തി. PP അഹമ്മദ് ചിലാവുദ്ദീൻ ബുഖാരി അധ്യക്ഷനായിരുന്നു. മുനീർ അക്സിനി, മുസ്മിൽ ഹൈദ്രൂസി, സുബൈർ ബുഖാരി, ഷാഫി അക്സിനി, അബ്ദുൽ കരീം, റാഷിഖ് സുഹരി, ജാഫർ ബാക്കവി, P അബ്ദുൽ ഖാദർ ഹാജി, KK മുഹമ്മദ് ഷാജി, MM മഹ്മൂദ് ഹാജി, KT റിയാസ്, അബ്ദുൽ കരീം സഖാഫി, MC നൌഷാദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഭക്ഷണ വിതരണത്തോടു കൂടിയായിരുന്നു ചടങ്ങുകൾ സമാപിച്ചത്.
KSSPU പാലക്കാട് ജില്ലാ കലാമേള കൂറ്റനാട് നടന്നു. രാവിലെ 9-ന് കൂറ്റനാട് സെന്ററിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് കലാമേളയ്ക്ക് തുടക്കമായത്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSSPU ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ അധ്യക്ഷനായി. BV ബാലചന്ദ്രൻ, M രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2 വേദികളിലായി കലാമത്സരങ്ങൾ ആരംഭിച്ചു. 1-ാം വേദിയിൽ തിരുവാതിരക്കളി, ശാസ്ത്രീയ സംഗീതം, സംഘനൃത്തം, സിംഗിൾ ഡാൻസ്, ഒപ്പന, സംഘഗാനം, നാടകം, അക്ഷരശ്ലോകം മത്സരങ്ങളും 2-ാം വേദിയിൽ ലളിതഗാനം, കവിതാ പാരായണം, ഉപകരണ സംഗീതം, ഏകാഭിനയം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, നാടകഗാനം, സിനിമാഗാനം മത്സരങ്ങളുമാണ് നടന്നത്. തുടർന്ന് B രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ സമാപന യോഗമുണ്ടായി. R ഉണ്ണിത്താൻ, M രാമകൃഷ്ണൻ, NP കോമളം, P വിശ്വനാഥൻ, PN മോഹൻദാസ്, V ചന്ദ്രൻ തുടങ്ങിയവർ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനം നൽകി. AV ഹംസത്തലി, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നവോത്ഥാനത്തിന് ശേഷം രൂപപ്പെട്ട ആധുനിക കേരള രാഷ്ട്രീയം അതിൻ്റെ മതേതര മാനവികത, അതിൻ്റെ ജനാധിപത്യ ബോധം, അതിൻ്റെ ഉന്നതമായ സർഗാത്മകത ലോകത്തിലെ ഒരു മഹത്തായ പ്രദേശമായി കേരളത്തെ മാറ്റിത്തീർക്കാനും കേരള മാതൃക എന്ന ലോകം മുഴുവൻ വാഴ്ത്തപ്പെടാനും കാരണമായ ഒരു വലിയ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി പല തലത്തിൽ പണിയെടുത്ത മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.